ശരിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പ്രഭാഷകൻ്റെ ഗ്രന്ഥം പാർട്ട് 2 44, 45, 46 അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് വചനഭാഗം നോക്കാം. ചോദ്യം 46. മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും നമുക്ക് എങ്ങനെ പ്രകീർത്തിക്കാം? ഓപ്ഷൻ: സ്ഥാനക്രമത്തിൽ, തലമുറക്രമത്തിൽ, അധികാരക്രമത്തിൽ. ഉത്തരം: തലമുറക്രമത്തിൽ. 47. കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ മഹത്വവും പ്രതാപവും ആർക്കാണ് ഓഹരിയായി നൽകിയത്? ഓപ്ഷൻ: ആദത്തിന്, അബ്രഹാത്തിന്, പൂർവ്വപിതാക്കന്മാർക്ക്. ഉത്തരം: പൂർവ്വപിതാക്കന്മാർക്ക്. 48. ജീവിക്കുകയോ ജനിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് തോന്നുമാറ് മൺമറഞ്ഞു പോയ പൂർവ്വപിതാക്കന്മാർ എങ്ങനെ ഉള്ളവരായിരുന്നു? ഓപ്ഷൻ: കരുണയുള്ളവർ, സത്യസന്ധർ, ദയാശീലർ. ഉത്തരം: കരുണയുള്ളവർ. 49. ആരുടെ പ്രതാപമാണ് മൺമറഞ്ഞു പോകാത്തത്? ഓപ്ഷൻ: അബ്രഹാത്തിൻ്റെ സന്തതികളുടെ, പൂർവ്വപിതാക്കന്മാരുടെ, മോശയുടെ. ഉത്തരം: പൂർവ്വപിതാക്കന്മാരുടെ. 50. ആരാണ് സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടത്? ഓപ്ഷൻ: പൂർവ്വപിതാക്കന്മാർ, ന്യായാധിപന്മാർ, പ്രവാചകന്മാർ. ഉത്തരം: പൂർവ്വപിതാക്കന്മാർ. 51. ആരുടെ പേരുകളാണ് തലമുറ തോറും നിലനിൽക്കുന്നത്? ഓപ്ഷൻ: വിശുദ്ധരുടെ, ജ്ഞാനികളുടെ, പൂർവ്വപിതാക്കന്മാരുടെ. ഉത്തരം: പൂർവ്വപിതാക്കന്മാരുടെ. 52. ആരാണ് കർത്താവിനെ പ്രീതിപ്പെടുത്തി ഉന്നതത്തിലേക്ക് സംഭവിക്കപ്പെട്ടത്? ഓപ്ഷൻ: നോഹ, ഹെനോക്ക്, ഏലിയ. ഉത്തരം: ഹെനോക്ക്. 53. ആരാണ് എല്ലാ തലമുറയ്ക്കും അനുതാപത്തിൻ്റെ മാതൃക? 44:16 വാക്യം. ഓപ്ഷൻ: മോശ, നോഹ, ഹെനോക്ക്. ഉത്തരം: ഹെനോക്ക്. ഉൽപ്പത്തി 5:44 ഹെനോക്കിനെ കുറിച്ച് പറയുന്നത്. 54. മർത്യകുലം ജലത്താൽ നശിപ്പിക്കപ്പെടുകയില്ല എന്ന് നിത്യമായ ഉടമ്പടി ആരുമായിട്ടാണ് ചെയ്യപ്പെട്ടത്? ഓപ്ഷൻ: നോഹ, മോശ, യോശുവ. ഉത്തരം: നോഹ. 55. വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുള എന്ന് ആരെയാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻ: എലീശ, യെശയ്യാ, നോഹ. ഉത്തരം: നോഹ. 44:17 57. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല എന്ന് ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ ഇങ്ങനെ പറയുന്നത്? ഓപ്ഷൻ: അബ്രഹാം, നോഹ, മോശ. ഉത്തരം: അബ്രഹാം. 44:19 50. സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചത് ആര്? ക്വസ്റ്റ്യൻ നമ്പർ 58. സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചത് ആര്? ഓപ്ഷൻ: അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. ഉത്തരം: അബ്രഹാം. 44:19 59. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും ആരുടെ ശിരസിലാണ് കർത്താവ് വെച്ചത്? ഓപ്ഷൻ: ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ, മോശയുടെ. ഉത്തരം: യാക്കോബിൻ്റെ. 60. കർത്താവ് യാക്കോബിനെ അനുഗ്രഹിച്ച് എന്ത് അവകാശമാണ് അവന് നൽകിയത്? ഓപ്ഷൻ: ജന്മാവകാശം, പൈതൃകാവകാശം, പ്രഭു അവകാശം. ഉത്തരം: പൈതൃകാവകാശം. 61. കർത്താവ് ഓഹരി നിശ്ചയിച്ച് എത്ര ഗോത്രങ്ങളായി യാക്കോബിൻ്റെ പൈതൃകാവകാശം നൽകി? ഓപ്ഷൻ: 10, 2, 12. ഉത്തരം: 12. ചോദ്യം 62. ആരാണ് തികഞ്ഞ നീതിമാൻ? ഓപ്ഷൻ: അബ്രഹാം, നോഹ, മോശ. ഉത്തരം: നോഹ. 63. ആരുടെ സന്തതികൾ വഴി ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് കർത്താവ് ശപഥം ചെയ്തത്? ഓപ്ഷൻ: അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. ഉത്തരം: അബ്രഹാം. പ്രഭാഷകൻ 45. ചോദ്യം 64. യാക്കോബിൻ്റെ സന്തതിയിൽ നിന്നും കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. ആരാണ് ആ വ്യക്തി? ഓപ്ഷൻ: മോശ, ജോഷുവ, അഹറോൻ. ഉത്തരം: മോശ. 45:1
ചോദ്യം 65. കർത്താവ് മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കിയത് ആരെ? ഓപ്ഷൻ അബ്രഹാം, മോശ, ജോസഫ്. ഉത്തരം മോശ. 45:2. 66. കർത്താവ് തൻ്റെ സ്വരം ആരെയാണ് കേൾപ്പിച്ചത്? ഓപ്ഷൻ അബ്രഹാം, യാക്കോബ്, മോശ. ഉത്തരം മോശ. 67. കർത്താവ് മുഖാഭിമുഖം കൽപ്പനകൾ നൽകുകയും ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമങ്ങൾ നൽകിയത് ആർക്ക്? ഓപ്ഷൻ നോഹ, മോശ, അഹറോൻ. ഉത്തരം മോശ. 68. ആരാണ് മോശയുടെ സഹോദരൻ? ഓപ്ഷൻ അഹറോൻ, ദാവീദ്, ദാനിയേൽ. ഉത്തരം അഹറോൻ. 45:6. 69. കർത്താവ് നിത്യമായ ഉടമ്പടി ചെയ്തത് ജനത്തിൻ്റെ പൗരോഹിത്യം നൽകുകയും ചെയ്തത് ആർക്കാണ്? ഓപ്ഷൻ മോശ, അഹറോൻ, ഫിനെഹാസ്. ഉത്തരം അഹറോൻ. 70. സ്വർണ്ണ, നീല, ധൂമവർണ്ണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രം ആരെയാണ് അണിയിച്ചത്? ഓപ്ഷൻ മോശ, അഹറോൻ, ജോസഫ്. ഉത്തരം അഹറോൻ. 45:9. 71. പുരോഹിതനായ അഹറോൻ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ്ണ ഫലകങ്ങൾ അണിയുന്നത് എന്തിനെ അനുസ്മരിപ്പിക്കുന്നു? പ്രഭാഷകൻ 45:11. ഓപ്ഷൻ യാക്കോബിൻ്റെ സന്തതികളെ അനുസ്മരിക്കുന്നു. ഇസ്രായേലിൻ്റെ മക്കളെ അനുസ്മരിപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളുടെ എണ്ണത്തെ അനുസരിച്ച്. ഉത്തരം ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളുടെ എണ്ണത്തെ അനുസരിച്ച്. 72. അഹറോൻ്റെ തലപ്പാവിൽ സ്വർണ്ണ കിരീടത്തിൽ എന്താണ് കൊത്തിയിരിക്കുന്നത്? 45:12. ഓപ്ഷൻ വിശുദ്ധി, വിജ്ഞാനി, വിവേകി. ഉത്തരം വിശുദ്ധി. 73. അഹറോൻ അവൻ്റെ മക്കളും പിൻഗാമികളും ധരിച്ച മനോഹര വസ്തുക്കൾ എന്താണ്? ഓപ്ഷൻ വിശിഷ്ട വസ്ത്രങ്ങളും സ്വർണ്ണക്കിരീടവും. സ്വർണ്ണക്കിരീടം, ധൂമവസ്ത്രം. ഉത്തരം വിശിഷ്ട വസ്ത്രങ്ങളും സ്വർണ്ണക്കിരീടവും. 74. മോശ ആരെയാണ് വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചത്? ഓപ്ഷൻ അഹറോനെ, ജോഷുവയെ, ഫിനെഹാസിനെ. ഉത്തരം അഹറോനെ. 45:15. 75. തൻ്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും നിയമങ്ങളാൽ ഇസ്രായേലിൻ്റെ മാർഗനിർദ്ദേശം നൽകുന്നതിനും വിധി പ്രസ്താവിക്കാനുമുള്ള അധികാരം കർത്താവ് ആർക്കാണ് നൽകിയത്? ഓപ്ഷൻ അബ്രഹാം, മോശ, അഹറോൻ. ഉത്തരം അഹറോൻ. 76. ആരാണ് അഹറോനെ എതിരായി കോപാക്രാന്തരായത്? ദാത്തനും അബിറാമും. 77. ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് തന്നെയാണ് അവൻ്റെ അവകാശവും ഓഹരിയും. പ്രഭാഷകൻ 45:22 ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ മോശ, നോഹ, അഹറോൻ. ഉത്തരം അഹറോൻ. 78. ആർക്കാണ് മഹത്വത്തിൽ 3-ാം സ്ഥാനമെന്ന് പ്രഭാഷകൻ 45:23 പറയുന്നത്? ഓപ്ഷൻ ഫിനെഹാസ്, അഹറോൻ, ഏലിയ. ഉത്തരം ഫിനെഹാസ്. 79. പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിനു വേണ്ടി ഒരു സമാധാന ഉടമ്പടി ആരുമായിട്ടാണ് ഉറപ്പിക്കപ്പെട്ടത്? ഓപ്ഷൻ അഹറോൻ, ഫിനെഹാസ്, ജോഷുവ. ഉത്തരം അഹറോൻ. 80. യൂദാ ഗോത്രജ്ഞനായ ജസ്സയുടെ പുത്രൻ ആര്? ദാവീദ്, ജോഷുവ, കാലബ്. ഉത്തരം ദാവീദ്. 81. ഹൃദയത്തിൽ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിച്ചത് ആര്? ഓപ്ഷൻ മോശ, അഹറോൻ, ഫിനെഹാസ്. ഉത്തരം ഫിനെഹാസ്. 45:23. പ്രഭാഷകൻ 46. ചോദ്യം 82. ആരാണ് പ്രവാചകനും മോശയുടെ പിൻഗാമിയും? ഓപ്ഷൻ അഹറോൻ, ജോഷുവ, കാലബ്. ഉത്തരം ജോഷുവ. 83. ജോഷുവ എന്ന പേരിൻ്റെ അർത്ഥം എന്ത്? രക്ഷകൻ, നായകൻ, നേതാവ്. ഉത്തരം രക്ഷകൻ.
84. ആരുടെ കരം ആണ് സൂര്യനെ തടഞ്ഞു നിർത്തിയത്? ഓപ്ഷൻ മോശ, ജോഷുവ, ഏലിയ. ഉത്തരം ജോഷുവ. 85. ശത്രു ചുറ്റും വളഞ്ഞപ്പോൾ ജോഷുവ എന്താണ് ചെയ്തത്? ഓപ്ഷൻ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു, കർത്താവിനെ വിളിച്ചു, അഹറോനെ വിളിച്ചു. ഉത്തരം അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. 86. ഉന്നതനായ കർത്താവ് എങ്ങനെയാണ് ജോഷുവായ്ക്ക് ഉത്തരമരുളിയത്? ഓപ്ഷൻ ഇടിമുഴക്കി, കന്മഴ അയച്ച്, കാറ്റിനെ അയച്ച്. ഉത്തരം കന്മഴ അയച്ച്. 87. എവിടെ വെച്ചാണ് ജോഷുവ ശത്രുക്കളെ നശിപ്പിച്ചത്? ബെത്ത്ഹോരോൻ ഇറക്കത്തിൽ വെച്ച്, ഹെർബോൺ മലയിൽ വെച്ച്, മരുഭൂമിയിൽ വെച്ച്. ഉത്തരം ബെത്ത്ഹോരോൻ ഇറക്കത്തിൽ വെച്ച്. 88. ജോഷുവ ആരോട് ചേർന്നാണ് ജനത്തെ പാപത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തത്? ഓപ്ഷൻ കാലബ്, യമുന്ന, സാമുവേൽ. ഉത്തരം കാലബ്. 89. 6,00,000 യോദ്ധാക്കളിൽ ഇവർ 2 പേർ മാത്രമേ കാനാൻ ദേശത്ത് പ്രവേശിച്ചുള്ളൂ. ആരാണ് ഇവർ? ഓപ്ഷൻ മോശ, അഹറോൻ, ജോഷുവ, കാലബ്, സാമുവേൽ, ദാവീദ്. ഉത്തരം ജോഷുവ, കാലബ്. 90. കർത്താവ് ആർക്കാണ് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിർത്തുകയും ചെയ്തത്? ഓപ്ഷൻ സാംസൺ, കാലബ്, ദാവീദ്. ഉത്തരം കാലബ്. 46:9. 91. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനും ജനത്തിന് അധികാരികളെ അഭിഷേകിക്കുകയും ചെയ്തത് ആര്? ഓപ്ഷൻ കാലബ്, യാക്കോബ്, സാമുവേൽ. ഉത്തരം സാമുവേൽ. 46:13. 92. ആരാണ് വാക്കുകളിലൂടെ വിശ്വസ്തനായ ദീർഘദർശിയായി അറിയപ്പെട്ടത്? ഓപ്ഷൻ യാക്കോബ്, ഏലിയ, യെശയ്യ. ഉത്തരം യാക്കോബ്. 46:15. ചോദ്യം 93. ഞാൻ ആരുടെയും സ്വത്ത് കൈവശപ്പെടുത്തിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല. ആരാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് പ്രഭാഷകൻ 46:19 പറയുന്നത്? ഓപ്ഷൻ ജോഷുവ, സാമുവേൽ, ദാവീദ്. ഉത്തരം സാമുവേൽ. 94. ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായവനെ വിളിച്ചപേക്ഷിക്കുകയും മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ദഹനബലിയായി അർപ്പിച്ചു. പ്രഭാഷകൻ 46:16 ഈ വാക്യത്തിൽ സമാനമായ വേറെ വാക്യം ഏത് ഗ്രന്ഥത്തിലാണ് ഉള്ളത്? 1 സാമുവേൽ 7:9. ഉത്തരം 95. ടേറിലെ ജനനേതാക്കളെയും ഫിലിസ്ത്യരുടെ ഭരണാധികാരികളെയും ആരാണ് നിർമ്മാർജ്ജനം ചെയ്തത്? 46:19. ഓപ്ഷൻ ന്യായാധിപന്മാർ, സാമുവേൽ, കർത്താവ്. ഉത്തരം കർത്താവ്. 96. നിദ്ര പ്രാപിച്ചതിനു ശേഷം പോലും പ്രവചിച്ചത് ആരാണെന്നാണ് പ്രഭാഷകൻ 46:20 പറയുന്നത്? ഓപ്ഷൻ ജോഷുവ, ദാവീദ്, സാമുവേൽ. ഉത്തരം സാമുവേൽ. പ്രഭാഷകൻ പാർട്ട് 2 ശ്രവിച്ചതിന് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.